ദൈവത്തിന് സ്തോത്രം. രൂത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ നവോമി പറയുന്ന ഒരു കാര്യമുണ്ട്. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. മുന്നിലേക്ക് നോക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ, ഒഴിഞ്ഞവളായി, ഒന്നുമില്ലാതെ, ഇനി എന്ത് എന്നറിയാതെ, ഇനി എൻ്റെ കാര്യം ആര് നോക്കുമെന്നറിയാതെ, ഇനി എനിക്ക് എന്താണ് ഒരു ഭാവി ഉള്ളത് എന്നറിയാതെ നിന്ന ഒരു കുടുംബത്തെയാണ് നാം അവിടെ കാണുന്നത്. നവോമിയുണ്ട്, രൂത്തുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഞാനും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഇനി എന്താണ് എൻ്റെ മുന്നിലൊരു ഭാവി? എനിക്കൊരു ജയജീവിതം സാധ്യമാകുന്നില്ല. ഇനി എൻ്റെ ഭാവി എന്താകും എന്നെല്ലാം ചിന്തിച്ച് വലഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ 2-ാം അധ്യായം അതിൽ ഒരു വാക്യം പറയുന്നുണ്ട്. നവോമിയോട് രൂത്ത് ചോദിക്കുകയാണ്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. എന്നോട് ഇനി ആരാണ് കരുണ കാണിക്കുക? ഞാനൊരു വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കി ഞാൻ ഒന്ന് കതിർ പെറുക്കട്ടെ. എൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ്, ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിലാണ് ചെന്നത് എന്ന്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ആര് നമ്മോട് ദയ കാണിക്കുമെന്ന് തോന്നി, ആരാണ് നമുക്കൊരിറ്റ് സമാധാനം തരിക എന്ന് വിചാരിച്ച്, ആരാണ് നമുക്ക് രോഗസൗഖ്യം തരിക എന്ന് വിചാരിച്ച്, ആരാണ് എന്നീ പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം തരിക എന്ന് വിചാരിച്ച്, ഒന്നും അറിയാതെയാണ് നാം പലരും ഈ ദൈവസന്നിധിയിൽ ഈ കൂട്ടായ്മയിൽ വന്നിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങൾ ഇന്ന് ഭാഗ്യവശാൽ ഇന്ന് ബോവസിൻ്റെ വയലിലാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ അനുഭവമാണ്, അതെൻ്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ നമുക്ക് ബോവസിൽ നിത്യപരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തു നടത്തുന്ന കൂട്ടായ്മയിൽ, ബോവസിൻ്റെ കൂട്ടായ്മയിൽ, യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് ഓരോരുത്തർക്കും വരുവാൻ ഇടവന്നു. അവനാണ് നമ്മോട് ദയ കാണിച്ചത്, അവനാണ് നമ്മോട് കരുണ കാണിച്ചത്, അവനാണ് നമുക്കിവിടെ ഇറ്റ് സമാധാനം തന്നത്, അവനാണ് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തന്നത്. ആ ഒരു ഉറപ്പും പ്രാഗൽഭ്യവും കർത്താവ് ഇന്ന് കൃപയാൽ അനുഭവിക്കുവാൻ, അശുദ്ധിയിൽ വലഞ്ഞിരുന്ന എനിക്ക് അനുഭവിക്കുവാൻ, പാപത്തിൽ മുങ്ങിയിരുന്ന എനിക്ക് അനുഭവിക്കുവാൻ കർത്താവ് അല്പാൽപമായി ഭാഗ്യം തരുന്നു. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ് എന്നോട് നിൽക്കുന്നത്. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ധാരാളമായി വചനം കേൾക്കുവാൻ അവസരങ്ങൾ ലഭിച്ചു, ധാരാളമായി യേശുക്രിസ്തുവിനോട് ഏറ്റവും ചേർന്നിരിക്കുവാൻ അവസരങ്ങൾ ലഭിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് എന്താണ് നമ്മുടെ അവസ്ഥ? എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം അവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നാം എല്ലാവരും വചനം കേൾക്കുവാൻ വന്നിരിക്കുന്നവരാണ്, നാം എല്ലാവരും വചനത്തിന് മുമ്പിൽ ഏറ്റവും ഭയഭക്തിയോടെ ഇരിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് ഓരോരുത്തരോടും, നാം ഇന്ന് എന്നോടും ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ അവസ്ഥ? നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവലോടെ ഇവിടെ ഇറങ്ങി വന്ന് നിന്ന്, നാം ഇന്നിവിടെ കൂടി വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി നിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഗാനശ്രൂഷ ആരംഭിച്ചപ്പോൾ മുതൽ എനിക്ക് വ്യക്തമായ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേദനയോട് പറയുകയാണ്, എനിക്ക് അനേകം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുണ്ട്, അനേകം മർമ്മങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി ഇരിക്കുന്നത് കൊണ്ട് ഇതൊന്നും പറഞ്ഞു തരുവാൻ എനിക്ക് സാധിക്കുന്നില്ല. നാം ഇന്ന് അങ്ങനെയാണ് ഇരിക്കുന്നത്, കേൾപ്പാൻ മാന്യമുള്ള അവസ്ഥ. പുറമെ കേൾവിയുണ്ട്, പുറമെ എല്ലാം കേൾക്കാൻ, വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഹൃദയത്തിലൊരു മാന്യത. ഇത്രയൊക്കെ കേട്ടിട്ടും, ഇത്രയൊക്കെ അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ടും, ഇത്രയൊക്കെ വചനശ്രൂഷ കേട്ടിട്ടും ഹൃദയത്തിലൊരു മാന്യമുള്ള അവസ്ഥ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് വ്യക്തമായി
വ്യക്തമായി ആഴമായി ഇറങ്ങി വരുവാൻ സാധിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയം ഒരു മാന്യ അവസ്ഥയിലാണോ? ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് മാനസാന്തരമുണ്ട്, എനിക്ക് പ്രകടമായ പാപങ്ങളൊന്നുമില്ല, ഞാൻ കൂടെ വചനം കേൾക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഗാനശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന വ്യക്തിയാണ്, ഞാൻ വേദപുസ്തകം വായിക്കുന്ന വ്യക്തിയാണ്, ഞാൻ സാക്ഷ്യം പറയുന്ന വ്യക്തിയാണ്, ഞാൻ വചനം പറയുന്ന വ്യക്തിയാണ്. അങ്ങനെയെല്ലാം ചിന്തിച്ച് മാന്യതയോടെ, ഒരു മന്ദതയോടെ ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുവാൻ ഇരിക്കുന്നുണ്ടോ? ഞെട്ടി ഉണർന്നു കൊള്ളുക, ഞെട്ടി എഴുന്നേറ്റ് കൊള്ളുക. നാം ആരും മാന്യതയോടെ ഇരിക്കേണ്ടവരല്ല. അതൊരു ഗുരുതര രോഗമാണ്, നമ്മെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ രോഗമാണ്. നമ്മുടെ ഇടയിൽ അനേകം അത്ഭുത പ്രവൃത്തികൾ നാം കാണുന്നുണ്ട്, പലവരുടെയും രോഗങ്ങൾ മാറുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ നാം ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, നീ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നീ ഇന്ന് ഇവിടെ എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവാണ് ഇവിടെ ഇറങ്ങി വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എന്നെ ബാധിച്ച ഒരു ഗുരുതര രോഗമുണ്ട്, എന്നെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ രോഗമുണ്ട്. ഇന്നൊരു അത്ഭുതം നീ ഒന്ന് ചെയ്തു തരണം. ഈ ഗുരുതര രോഗത്തിൽ നിന്ന് എനിക്കൊരു മോചനം തരണം. കേൾപ്പാൻ മാന്യമുള്ള അവസ്ഥ, ഹൃദയം കഠിനമായ അവസ്ഥ. മർക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ നാം അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, ശിഷ്യന്മാർ കാണുന്നുണ്ട്, അവിടെ അനേകർ കാണുന്നുണ്ട്. അവിടെ നമുക്ക് വായിക്കാം മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 52-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സംഭവം ഇതാണ്: കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതിനുശേഷം യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടകെടുത്ത് അക്കരയിലേക്ക് പോവുക. അവർ പോയി. അവിടെ ആ പടക് കാറ്റിനാൽ വലഞ്ഞു. യേശുക്രിസ്തു ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അവർ അത്ഭുതങ്ങൾ കണ്ടു, അവർ അടയാളങ്ങൾ കണ്ടു. എന്നാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? 6-ാം അധ്യായം 52-ാം വാക്യം നമുക്ക് വായിക്കാം. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അവരുടെ ഹൃദയം കടുത്തിരുന്നുവെന്ന്. ഒരു കഠിനമായ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു അവർ. ആരാണ്? കർത്താവിന്റെ ശിഷ്യന്മാരെ പറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ എഴുതിയിരിക്കുകയാണ്. അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, വചനം കേട്ടു. നാം അനേകർ അത്ഭുതങ്ങൾ അനുഭവിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന പല പല മാറ്റങ്ങളും ഒരിക്കലും മാറില്ല എന്ന് കരുതിയ ചില പാപ സ്വഭാവങ്ങൾ എന്നിൽ നിന്ന് മാറിയത് ഞാൻ അനുഭവിച്ചതാണ്, നിങ്ങളിൽ നിന്ന് മാറിയത് നിങ്ങളും അനുഭവിച്ചവരല്ലേ. എന്നാൽ ഇതൊക്കെയായി ഏതാണ്ടൊക്കെ പൂർണ്ണമായി, ഏതാണ്ടൊക്കെ ക്ലിയറായി എന്ന് ചിന്തിച്ച് ഹൃദയം കടുത്തിരിക്കുന്നു. ദിനം പ്രതി നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേണ്ട പോലെ വില കൊടുക്കാതെ, കഴിഞ്ഞ ദിവസം നാം കേട്ടല്ലോ, അവനെ ചവിട്ടിക്കളയുന്ന അവസ്ഥ. ഞാൻ വചനം കേട്ട് എൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഞാൻ അന്ന് ഇരുന്ന് കരഞ്ഞു, കർത്താവേ, ഞാൻ ശരിയാണല്ലോ, അന്ന് യഹൂദന്മാർ നിന്നെ അടിച്ചു, ശരിയാണ്, അവർ കുരിശുമേൽ തറച്ചു, എന്നാൽ അവരാരും നിന്നെ ചവിട്ടിയില്ല. ഞാൻ കർത്താവേ വേണ്ട പോലെ വചനത്തിന് വില കൊടുക്കാതിരുന്നത് കൊണ്ട്, മാന്യമുള്ളവനായിരുന്നു വചനം കേട്ടതുകൊണ്ട്, മാന്യമുള്ളവനായ ഒരു ജീവിതം നയിച്ചത് കൊണ്ട് നിന്നെ ഞാൻ ചവിട്ടുകയാണല്ലോ ചെയ്തത് കർത്താവേ. എന്നിട്ടും കർത്താവേ, നീ എന്നെ സ്നേഹിച്ചല്ലോ, എന്നിട്ടും നീ എന്നെ കരുതിയല്ലോ, എന്നിട്ടും നീ എനിക്ക് ഓരോ ദിവസവും അവസരങ്ങൾ തന്നല്ലോ എന്ന്. പ്രിയമുള്ളവരെ, നാം ആരെങ്കിലും കർത്താവിനെ ചവിട്ടുന്നവരാണോ? കേൾപ്പാൻ മാന്യമുള്ള രോഗാവസ്ഥയിലാണെങ്കിൽ ചിന്തിച്ചുകൊള്ളൂ, നാം ഇപ്പോഴും ക്രിസ്തുവിനെ ചവിട്ടുകയാണ്, ഇപ്പോഴും നാം തിരുരക്തത്തെ മലിനമെന്ന് എണ്ണുകയാണ് എന്ന് ഇവിടെ ശിഷ്യന്മാർ കഠിന ഹൃദയത്തോടിരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒന്ന് നോക്കണേ. കർത്താവ് ഒന്നും പറഞ്ഞില്ല, വീണ്ടും അവരെ ചേർത്ത് നിർത്തി. ഞാനിതെല്ലാം ധ്യാനിക്കുമ്പോൾ എന്നോട് തന്നെ സംസാരിക്കുന്നതാണ്. ഞാനും അങ്ങനെ അനേകം അത്ഭുതങ്ങൾ കണ്ടിട്ടും എൻ്റെ ഹൃദയം കഠിനപ്പെട്ട അവസ്ഥയിലായിരുന്നു. കഠിനപ്പെട്ട അവസ്ഥയിൽ ഇരുന്നിട്ടും കർത്താവ് എന്നെ ചേർത്ത് നിർത്തി. കർത്താവ് ഒന്നും പറഞ്ഞില്ല, വീണ്ടും താഴത്തേക്ക് വരികയാണ്, വീണ്ടും അത്ഭുതങ്ങളെല്ലാം കാണുകയാണ്, വീണ്ടും അവരെ ചേർത്ത് നിർത്തുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം എന്നിട്ട് വീണ്ടും 8-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത്ഭുതങ്ങളെല്ലാം കണ്ടു. അതിനുശേഷം അശുദ്ധാത്മാവ് പുറത്തു പോകുന്നത് കണ്ടു. ഏറ്റവും ചേർത്ത് നിർത്തി കർത്താവ് ശിഷ്യന്മാരെ, ഏറ്റവും ചേർത്ത് നിർത്തി. വീണ്ടും അവർ പടകിൽ യാത്ര ചെയ്യുകയാണ്. പടകിൽ യാത്ര ചെയ്തപ്പോൾ അവരുടെ അപ്പം തീർന്നുപോയി. അവർക്കാകെ ഒരപ്പമേ ഉള്ളൂ. യേശുക്രിസ്തു കൂടെയുണ്ട്, പടകിലുണ്ട്. അപ്പോഴും അവർ വ്യാകുലപ്പെടുകയാണ്. അവരപ്പോഴും ചിന്തിക്കുകയാണ്, ഞങ്ങൾ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, എവിടെ നിന്ന് അപ്പം ലഭിക്കും? കർത്താവിന് സഹിച്ചില്ല. കർത്താവ് അത് കേട്ടിട്ട് കർത്താവിന് ഒട്ടും സഹിച്ചില്ല. കർത്താവ് അവരോട് കർശനമായി ഇടപെടുകയാണ്. പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു അതറിഞ്ഞു. അവരുടെ ചഞ്ചലിപ്പ് യേശു അറിഞ്ഞു. അവർ വിശ്വാസമില്ലായ്മ യേശു അറിഞ്ഞു. 17-ാം വാക്യത്തിൽ യേശു കർശനമായി പറയുകയാണ്, അനേക അത്ഭുതങ്ങൾ കണ്ടവരല്ലേ നിങ്ങൾ, അനേക നാൾ എൻ്റെ കൂടെ നടന്നവരല്ലേ, അനേക നാൾ എൻ്റെ വചനം കേട്ടതല്ലേ,
അനേക നാൾ അല്ല, നിങ്ങൾ 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കേൾപ്പാൻ മാന്യതയുള്ളവരായി പോയത് എന്ന് അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പം ഇല്ലായ്കയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നതെന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? അതിന്റെ 21-ാം വാക്യം അവസാന ഭാഗവും കൂടി ഒന്ന് വായിക്കാം. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. സങ്കടത്തോടെ പറയുകയാണ്, ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങളുടെ ഹൃദയം എന്താണ് ഇങ്ങനെ കടുത്തിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ഇതൊന്നും ഗ്രഹിക്കാതിരിക്കുന്നത്? നിങ്ങൾക്ക് കണ്ണുണ്ടല്ലോ, കണ്ണുണ്ടായിട്ടും നിങ്ങൾ എന്താണ് കാണാതിരിക്കുന്നത്? ക്രിസ്തു അതിവേദനയോടെ ചോദിക്കുകയാണ്. അത്ഭുതങ്ങൾ കണ്ടവരല്ലേ നാം ഓരോരുത്തരും, അടയാളങ്ങൾ കണ്ടവരല്ലേ നാം ഓരോരുത്തരും, എന്നിട്ടും നമ്മുടെ ഹൃദയം കടുത്തിരിക്കുകയാണോ? എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കാതിരിക്കുകയാണോ? ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും സ്നേഹത്തോടെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് മക്കളെ ഇത് ഗ്രഹിക്കാത്തത്? നിങ്ങൾ എന്താണ് ഇന്നും മാന്യമുള്ളവരായിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾ എവിടെ ചെന്നെത്തും? ഇങ്ങനെ പോയാൽ എന്താണ് സംഭവിക്കുക? വീണ്ടും മർക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ അവസാന അധ്യായം 16-ാം അധ്യായത്തിൽ വീണ്ടും കർത്താവ് പറയുന്നുണ്ട്. 14-ാം വാക്യത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരുടെ അടുത്ത് ചെന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നു. അപ്പോഴും കർത്താവ് ചോദിക്കുകയാണ്. കർത്താവിന്റെ അവസാനം അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളോട് എത്ര പ്രാവശ്യം നിങ്ങൾ വചനം കേട്ടു? നിങ്ങൾ എത്ര നാളിന്റെ കൂടെ നടന്നു? എന്നിട്ടും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് 14-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാകിയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ദയാലുവായ കർത്താവ്, ക്ഷമിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഉയർത്തെഴുന്നേറ്റ് അങ്ങ് പോകുന്നതിന് മുമ്പും വീണ്ടും അവരെ ശാസിച്ചു. നിങ്ങൾ ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. ആരോടാണ്? ശിഷ്യന്മാരോട്. നിങ്ങൾക്കിപ്പോഴും ഹൃദയ കാഠിന്യമുണ്ട്, അവിശ്വാസം എന്ന ദുഷ്ട ഹൃദയം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തി പ്രാപിക്കണമെന്ന് അത് കർത്താവിന് ഇന്ന് നമ്മെ കൊണ്ടുള്ള ആഗ്രഹമാണ്. നാം എന്ന ദൈവ ഇരിക്കുമ്പോഴും നാം തുടർന്നും ദൈവവചനം കേൾക്കുമ്പോഴും ഒരേ ഒരു കാര്യം, നിങ്ങളാരും കേൾപ്പാൻ മാന്യമുള്ളവരാവരുത്. ആരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ മനസ്സില്ലാതിരിക്കരുത്. നമ്മെ നോക്കി ഏറ്റവും വേദനിക്കുന്ന ഒരു ഗുരുതര രോഗമാണ് ഹൃദയത്തിന്റെ കാഠിന്യം. ഹൃദയത്തിൽ നിന്ന് ആ മാന്യത മാറുന്നില്ല. ഇതൊക്കെ കേട്ടൊരു തഴക്കം വന്ന് ഒരു തഴമ്പ് വന്നിരിക്കുന്ന ഒരവസ്ഥ, ഹൃദയം തകരാത്ത അവസ്ഥ, ഹൃദയം നുറുങ്ങാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, ആരെങ്കിലും അങ്ങനെ ഇരുന്ന് വചനം കേൾക്കുന്നുണ്ടോ? എന്താണ് അങ്ങനെ ഇരുന്നാൽ സംഭവിക്കുക? അങ്ങനെ ഹൃദയം മാന്ദ്യത്തോടെ ഇരുന്നാൽ, കേൾപ്പാൻ മാന്യതയുള്ളവരായി ഇരുന്നാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് വായിച്ചു കേൾക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 തൊട്ട് നമുക്കൊന്ന് വായിക്കാം. മാന്യതയോടെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുക? മാന്യതയോടെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനമെന്ന് കർത്താവ് വ്യക്തമായി പറയുകയാണ്. മാന്യതയുള്ളവരായിരുന്നാൽ നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകും. നിങ്ങൾ പതിയെ കൂട്ടായ്മ യോഗങ്ങൾ, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, കൂട്ടായ്മ യോഗങ്ങൾ പതിയെ മുടക്കിത്തുടങ്ങും. പതിയെ ദൈവന ശുശ്രൂഷയിൽ നിന്ന് മാറിത്തുടങ്ങും. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പതിയെ അകന്നു തുടങ്ങും. അവസാനം വലിയൊരു പിന്മാറ്റത്തിലേക്ക് പോകും. പ്രിയമുള്ളവരെ, വലിയൊരു നാശത്തിലേക്ക് പോകും. എബ്രായരുടെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും എല്ലാം പറയുന്നുണ്ട്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്ന്. ഇങ്ങനെ ഇത്ര വലിയൊരു രക്ഷ, അതിനെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്ന് ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് ചിന്തിക്കുക. രക്ഷയുടെ സുവിശേഷം നാം ഇന്ന് കേൾക്കുകയാണ്. രക്ഷയുടെ അനുഭവങ്ങൾ നാം ഇന്ന് കേൾക്കുകയാണ്. രക്ഷിക്കുന്നത് ആരാണ്? നസ്രായനായ യേശു ക്രിസ്തുവാണ്. ആ ക്രൂശിലെ തിരുരക്തത്തെ പറ്റിയാണ് നാം കേൾക്കുന്നത്. ആ തിരുരക്തമാണ് നമ്മെ രക്ഷിക്കുന്നതെന്നാണ് നാം കേൾക്കുന്നത്. എബ്രായരുടെ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രക്ഷ തരുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്നാണ്. ആ ക്രൂശിൽ നിന്നൊഴുകിയ തിരുരക്തമാണ് രക്ഷ തരുന്നത്. എന്നാൽ ഇന്ന് കേൾപ്പാൻ മാന്യമുള്ളവരായി അലസതയോടെ ഇരുന്ന് നാം ഇതെല്ലാം പലപ്പോഴും കേൾക്കുന്നതല്ലേ, ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നതല്ലേ എന്നെല്ലാം ചിന്തിച്ച് അലസതയോടെ ഇരിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, അവസാനം നാശമാണ് എന്ന്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നാശമാണ് എന്ന് ഇവിടെ മയമായി അത് പറയാൻ പറ്റുകയില്ല.
ഭയമായി അത് ഒന്ന് സമാധാനത്തോടെ പറയാൻ പറ്റുകയില്ല. അത് ഗൗരവമായ കാര്യമാണ്, അതിഗുരുതരമായ പ്രശ്നമാണ്. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയെക്കാളും പ്രശ്നമുള്ള ഒരു രോഗമാണ് മാനസാന്തരപ്പെട്ടവർ മാന്ദ്യതയോടെ ഇരിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ഒരു പാപമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരുടെ അവസ്ഥ അത് നാശത്തിലേക്കാണ്. നിങ്ങൾ തിരുരക്തത്തെ ചവിട്ടുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിനെ ചവിട്ടുകയാണ് എന്ന്. അത് നാശമാണ് എന്ന്. എന്നാൽ എന്താണ് നാം ചെയ്യേണ്ടത്? എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന് 24-ാം വാക്യത്തിൽ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഏതെങ്കിലും ദൈവമക്കൾ വന്ന് വചനം പറയുന്നതല്ല. നമ്മോട് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മോട് വാദിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളിവിടെ വന്നിരിക്കുന്നതുണ്ടല്ലോ, നിങ്ങൾ ഒരു പുണ്യാഹ രക്തത്തിന് മുമ്പിലാണ്. അത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന നസ്രായനായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നത് തിരുരക്തമാണ്. ആ ക്രൂശിലൂടെ ഒഴുകിയ തിരുരക്തമാണ് ഇന്ന് എന്നോട് സംസാരിക്കുന്നത്, നമ്മോട് ഓരോരുത്തരോട് സംസാരിക്കുന്നത്. എന്നാൽ അതിന്റെ 25-ാം വാക്യത്തിൽ പറയുകയാണ്, ഇത് അരുളി ചെയ്യുന്ന ഏതെങ്കിലും മനുഷ്യനെയല്ല, ഇത് അരുളി ചെയ്യുന്ന കർത്താവിന്റെ സ്നേഹത്തെ നിരസിക്കരുതെന്ന് നമുക്കൊന്ന് വായിക്കാം. 12:25 ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മാന്യമുള്ളവരായിരുന്നാൽ എന്താണ് സംഭവിക്കുക? 25-ാം വാക്യം, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്ന സ്വർഗത്തിലെ സ്നേഹത്തെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിനെ നിരസിച്ച് കളയരുത്, നാം അതിനെ തള്ളിക്കളയരുത്, ഉറക്കിയിരിക്കരുത്, മാന്യമുള്ളവരായി ഇരിക്കരുത്. ഇന്ന് വീണ്ടും നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോവുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ കഴുകി തരാമെന്നാണ് പറഞ്ഞത്, നിങ്ങൾ ഇന്ന് അത്ഭുതങ്ങൾ കാണുമെന്നാണ് പറഞ്ഞത്, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തരുമെന്നാണ് നമ്മോട് പറയുന്നത്. ഇന്നും സ്വസ്ഥതയില്ലാത്തവർക്ക്, ഇന്നും സമാധാനമില്ലാത്തവർക്ക് സമാധാന പ്രഭുവായ യേശുക്രിസ്തു സമാധാനം തരുമെന്നാണ് പറഞ്ഞത്. ഒരു വ്യക്തിയുമല്ല, ഒരു കൂട്ടായ്മയല്ല, നസ്രായനായ യേശുക്രിസ്തു, വിശ്വാസത്തിന്റെ നായകനായ പൂർത്തി വരുത്തുന്നവനായ യേശുക്രിസ്തുവാണ് നമുക്ക് ഓരോരുത്തർക്കും സമാധാനം തരുന്നത്. അതെന്റെ പ്രത്യാശയാണ്, അതെന്റെ പ്രാഗൽഭ്യമാണ്. ഇന്ന് നിങ്ങൾക്കും അത് പ്രാപിക്കാം, നമുക്ക് ഓരോരുത്തർക്കും അത് പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിലെ കാരുണ്യവാനായ ക്രിസ്തുവിന്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും എഴുന്നേൽക്കാം. എങ്ങനെയാണ് നാം ഇരിക്കേണ്ടത്? അതിന്റെ അവസാന വാക്യം പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ, മാന്യമുള്ളവരാതിരിപ്പാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 28-ാം വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ, ദൈവത്തിന് പ്രസാദം വരുന്ന ഒരു ഹൃദയത്തോടെ, കർത്താവേ എനിക്ക് നന്ദിയുണ്ട്, എനിക്ക് ഒരിക്കൽ കൂടി വചനം തന്നല്ലോ, എന്നെ നീ ബോവസിന്റെ വയലിൽ എത്തിച്ചല്ലോ, നീ എന്നെ ഭാഗ്യവശാൽ എന്റെ ലംഘനങ്ങൾ ക്ഷമിച്ചു തന്നല്ലോ. ലംഘനം ക്ഷമിച്ചു കിട്ടുക, പാപം മറച്ചു കിട്ടുന്ന ഭാഗ്യാവസ്ഥയിൽ നീ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ കർത്താവേ, എനിക്ക് നന്ദിയുണ്ട്. ആ നന്ദി ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോഴുണ്ടല്ലോ നമുക്ക് മാന്യത മാറിപ്പോകും, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങും, നമ്മുടെ ഹൃദയകാഠിന്യം മാറിപ്പോകും, ഹൃദയം ഉരുകുവാൻ തുടങ്ങും. കർത്താവേ, നീ എന്നെ എവിടെ നിന്നാണ് കോരിയെടുത്തത്? ഞാൻ എവിടെ നശിച്ചു പോകേണ്ടതല്ലായിരുന്നോ? കർത്താവേ, ഞാൻ രോഗം വന്നപ്പോൾ ഈ ലോകത്തൊന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നില്ലേ? കർത്താവേ, ഞാനൊരു സമാധാനമില്ലാതെ ഞാൻ മലഞ്ഞു നടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നില്ലേ? എന്നാൽ ഇന്ന് നീ നിന്റെ സമാധാനം നീ ഞങ്ങൾക്ക് തന്നല്ലോ, ഞങ്ങൾക്കൊരു കൂട്ടായ്മ തന്നല്ലോ, നീ ഞങ്ങൾക്കായി ഒരു ബോവസിന്റെ വയൽ തുറന്നു തന്നല്ലോ. കർത്താവേ, നന്ദി ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ നമ്മുടെ മാന്യത മാറുന്നു, നമുക്ക് സന്തോഷം വരുന്നു, നമ്മുടെ ഹൃദയം തകരുന്നു, നാം വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നു. ആ സ്നേഹത്തിന് മുന്നിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്നാണ് പറഞ്ഞത്. അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ സകല പാപങ്ങളും കഴുകിത്തരുവാൻ ശക്തിയുള്ളതാണ് ക്രിസ്തുവിന്റെ രക്തം. എന്നാൽ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, കരുണ തോന്നുന്ന ദൈവമാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണ്. എന്നാൽ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരാം. കർത്താവേ, എന്നെ നിന്റെ കരത്താൽ ചേർത്ത് പിടിക്കണമേ. എൻ്റെ കർത്താവേ, മാന്യതയുള്ള എൻ്റെ അവസ്ഥയെ മാറ്റി കർത്താവേ, തകർന്നൊരു ഹൃദയം എനിക്ക് നീ തരണമേ. എനിക്കിന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട്, എൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ട്, അത് മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട്, സകല ഭാരവും സകല പാപവും ആ ക്രൂശിൻ ചുവട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട്
വന്നിട്ടുണ്ട്. നിന്നെ മാത്രം നോക്കി, പൂർത്തി വരുത്തുന്നവനായ ക്രിസ്തുവിനെ മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ എനിക്ക് നിന്ന് ഭാഗ്യം തരണമേ. ഞാനും എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു കർത്താവേ. എന്നെയും നീ ചേർത്ത് പിടിക്കണമേ. പലപ്പോഴും മാന്യത വന്നിട്ടുണ്ട്, പലപ്പോഴും അലസത വന്നിട്ടുണ്ട്, പലപ്പോഴും ദൈവവചനത്തിന് വേണ്ട പോലെ വില കൊടുക്കാതിരുന്ന വചനശ്രൂഷയ്ക്ക് ഇരുന്നിട്ടുണ്ട് കർത്താവേ. എന്നാൽ അടിയനോടും കൃപ ചെയ്യണമേ, അടിയനോടും മനസ്സലിവ് തോന്നണമേ, അടിയന്റെ മേലും തിരുരക്തം പുരട്ടണമേ. ഞങ്ങൾ ഓരോരുത്തരുടെ മേലും തിരുരക്തത്തിന്റെ കോട്ട വന്ന് നിറയണമേ. ഞങ്ങളോട് വ്യക്തിപരമായി ഇടപെടണമേ. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.